2003 വരെ സൈക്ലിംഗിൽ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ മാത്രം നേടിയ സൈക്ലിംഗിലെ ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പായ ടൂർ ഡി ഫ്രാൻസ് അതുവരെ നേടാത്ത ബ്രിട്ടൻ എങ്ങനെയാണ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളിലെ മൊണോപോളി മാറിയത്? ഡേവ് ബ്രെയിൽസ്വോൾഡ്. വളരെ മോശം പ്രകടനം നടത്തിയ ബ്രിട്ടൻ സൈക്ലിംഗ് ടീമിനെ പരിശീലിപ്പിക്കാനായി ഡേവ് ബ്രെയിൽസ്വോൾഡ് എന്ന് പറയുന്ന ഒരു പുതിയ പരിശീലകനെ നിയമിക്കുന്നു. അദ്ദേഹം തന്റെ ടീമിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ആ മാറ്റങ്ങളുടെ ഫലമായി 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള 60% ഗോൾഡ് മെഡലും ബ്രിട്ടൻ സ്വന്തമാക്കുന്നു. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. 2012 അവരുടെ നാട്ടിൽ തന്നെ നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ 7 വേൾഡ് റെക്കോർഡുകളും 9 ഒളിമ്പിക് റെക്കോർഡുകളും അവർ ക്രിയേറ്റ് ചെയ്തു. അതേ വർഷം തന്നെ സൈക്ലിംഗിലെ നമ്പർ 1 ചാമ്പ്യൻഷിപ്പായ ടൂർ ഡി ഫ്രാൻസ് വിജയിച്ച ആദ്യ ബ്രിട്ടീഷ് അത്ലറ്റ് ആയിട്ട് അവരുടെ ബ്രാഡ്ലി വിഗിൻസ് എന്ന് പറയുന്ന സൈക്ലിസ്റ്റ് മാറി. തുടർന്നുള്ള 6 വർഷങ്ങളിൽ 5 വർഷവും ടൂർ ഡി ഫ്രാൻസ് കിട്ടിയത് ബ്രിട്ടന് തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധേയമായ നേട്ടങ്ങളിലേക്ക് ആ ടീമിനെ എത്തിച്ചത് ബ്രെയിസ്വോൾഡ് ടീമിൽ കൊണ്ടുവന്ന ചെറിയ ചെറിയ മാറ്റങ്ങളായിരുന്നു. കൂടുതൽ കംഫർട്ടിനായി സീറ്റുകൾ റീഡിസൈൻ ചെയ്തു, മികച്ച ഗ്രിപ്പിനായി ടയറുകളിൽ ആൽക്കഹോൾ റബ് ചെയ്തു. അതേപോലെ തന്നെ റൈഡിംഗ് സമയത്തെ പ്ലേയേഴ്സിന്റെ പേശീവലിവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇത് മാത്രമായിരുന്നില്ല, ഈ പ്ലേയേഴ്സ് ഉറങ്ങുന്ന മാട്രസും പില്ലോയും വരെ അവർ റീഡിസൈൻ ചെയ്തു. പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും വലിയ റിസൾട്ട് തരുന്നതൊന്നും ആയിരുന്നില്ല. പക്ഷേ വളരെ സാധാരണമായ ബ്രിട്ടൻ സൈക്ലിംഗ് ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കി മാറ്റിയത് ബ്രെയിസ്വോൾഡിന്റെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങളായിരുന്നു. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും നമുക്കൊരു ഹ്യൂജ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും ക്വിറ്റ് ചെയ്ത് പോകാറുണ്ട്. ബ്രിട്ടൻ സൈക്ലിംഗ് ടീമിനെ ഒരു മികച്ച ഉദാഹരണമായിട്ട് എടുക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിനുള്ള ഒരു റിസൾട്ട് ലോങ് ടേം ആയിട്ട് മാത്രം എക്സ്പെക്ട് ചെയ്യുക.